സർ, ഈ ദുരന്തം വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നു. ഇതുവരെ എത്ര പേർ മരിച്ചു എന്ന് പോലും കണക്കെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. എൻ്റെ വിഷയം ഇതാണ്: ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമാണോ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ അപ്പോൾ മാത്രമാണോ ഇതിനെക്കുറിച്ചൊക്കെ ഓർമ്മ വരുന്നത്? നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ദുരന്തം നമ്മൾ ഞെട്ടും, ഭയങ്കര അടുക്ക രേഖപ്പെടുത്തും. ഈ ഞെട്ടൽ കുറച്ചു കാലം ഇങ്ങനെ തുടരും. ഞെട്ടലിനെല്ലാത്തിനും അതിൻ്റെ അവസാനിക്കുന്ന സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞ് ബാക്ക് ടു ദ നോർമല. പിന്നെ ഈ പറയുന്ന കുറേ മലയാളിമാർ റിയൽ എസ്റ്റേറ്റ് മാഫിയ, റിസോർട്ട് മാഫിയ, ഇവരൊക്കെ നമ്മൾ രാഷ്ട്രീയക്കാരെ കാണും. രാഷ്ട്രീയക്കാർ അപ്പോൾ അവിടെ കുറേ ഈ പറയുന്ന പോലെ ഈ ഔട്ട് ഓഫ് സ്പേസ് ആയിട്ടുള്ള കാലഹരണപ്പെട്ട പാപ്പ മനുഷ്യന്മാരുണ്ടാവും. ഈ ഫാൻറ്റം പൈലിയിലെ പണികസാറിനെ പോലെയുള്ള പിള്ളസാറിനെ പോലെയുള്ള കുറേ ആളുകളുണ്ടാവും. അപ്പോൾ അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരും. ഇങ്ങനെ ഭൂമി ഇവിടെ ഫ്രജയിലാണ് ഈ ലാൻഡ്, അപ്പോൾ അതുകൊണ്ട് അധികം സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ എപ്പോഴും അല്ലേ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാവാറുണ്ട്, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാറുണ്ട്, ഇത് വലിയ അപകടത്തിലേക്ക് പോകും എന്നൊക്കെ പറയും. അപ്പം ആദ്യമായി സാറേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ രീതിയിലെ ആളുകൾക്ക് ജീവിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയല്ലേ നാട്ടിലെ വികസനം വരുള്ളൂ മാഷേ. വികസനം വരുന്നത് വേണം, പക്ഷേ ഇങ്ങനെയൊക്കെ അല്ല മാഷേ. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഒന്നെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവൻ, അല്ലെങ്കിൽ ഫണ്ട് കൊടുക്കുന്നത്. ഇത് ഏതെങ്കിലും ഉദ്യോഗസ്ഥ ഡിസെൻഡിങ് നോട്ട് എഴുതി അവനെ നേരെ അട്ടപ്പാടിക്ക് തട്ടും. അട്ടപ്പാടിന്ന് അവനെ പാഠശാലയ്ക്ക് തട്ടും. അല്ലെങ്കിൽ ഇവന്മാർ പറയുന്നത് കേട്ട് നിൽക്കണം. അപ്പോൾ ആഫ്റ്റർ ഓൾ ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? രാഷ്ട്രീയക്കാരാണ്. എന്നാൽ രാഷ്ട്രീയക്കാരന് മാത്രമേ തടയാൻ പറ്റുള്ളൂ. നിങ്ങൾ സിസ്റ്റത്തിൽ നിങ്ങൾ വീടുണ്ടാക്കാൻ പോയി നോക്കണം അറിയണമെങ്കിൽ. ഈ ആഫ്റ്റർ ഓൾ നിങ്ങൾ ആ പഞ്ചായത്ത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരനായി നിങ്ങൾ ഉടക്കിയിട്ടുണ്ട്, അവൻ്റെ പാർട്ടിയാണ് അവിടെ പിന്നെ നഗരസഭയോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഭരിക്കുന്നതെങ്കിൽ നിങ്ങളെ കൊണ്ടാവാൻ ചക്രശ്വാസം വലിപ്പിക്കും. ഒരു സിവിൽ കേസും കൊണ്ട് നിങ്ങൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സിവിൽ കേസ് തീരാൻ 20 വർഷം എടുക്കും. അത്രയും കാലം നിങ്ങൾ വാടക വിട്ട് താമസിക്കുക, അല്ലെങ്കിൽ ഇവൻ്റെ കാല് പിടിക്കേണ്ടി വരും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിന് ബേസിക്കലി നിങ്ങൾ റിസോർട്ട് മാഫിയാണോ കച്ചവടക്കാരാണോ ഇതിന് ഉത്തരവാദി എന്ന് വെച്ചാൽ അല്ല. ഇതിന് ബേസിക്കലി തടയാൻ ശേഷിയുള്ള ഒരേ ഒരു വകയുള്ള ദാറ്റ്സ് ദ പൊളിറ്റിക്കൽ ക്ലാസ്. പക്ഷേ ചെയ്യില്ല. പൊളിറ്റിക്കൽ ക്ലാസ് അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവർക്ക് ഇൻറ്റഗ്രിറ്റി വേണം പറയുന്ന കാര്യങ്ങൾ. ആ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവുന്നത് എങ്ങനെ? കൊള്ളാവുന്ന എഡ്യൂക്കേഷനൊക്കെ കിട്ടി, എഡ്യൂക്കേഷൻ കിട്ടണമെന്നില്ല, കൊള്ളാവുന്ന രീതിയിൽ വളർത്തപ്പെട്ട ആളുകളോ, ഇനി അങ്ങനെയല്ല, കൊള്ളാവുന്ന എങ്ങനെ ആയിരിക്കണം നല്ല മനുഷ്യൻ എന്ന് സ്വയം കണ്ടുപഠിച്ച ആളുകളോ ആയിരിക്കണം. അല്ല മഹാത്മാഗാന്ധിയുടെ ചിത്രം വെച്ച് വീരപ്പൻ ആ ഉള്ളിൽ ആഗ്രഹിക്കുന്നവരായിട്ട് കാര്യമല്ല. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ വരുന്ന മൊത്തം ഇത്തരം വിടക്കാരാണ്. കൊള്ളാവുന്ന നേതാക്കന്മാരെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആളുകളെയാണ്. കൊള്ളാവുന്ന ആളുകളെ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ അവരെ ഇവർ അപകടം, നാളെ എനിക്ക് ഭീഷണിയായി മാവും, അല്ലെങ്കിൽ നാളെ ഇപ്പം ഞാൻ നടത്തിയ അഴിമതിയൊക്കെ ഒരു പക്ഷേ നാളെ പുറത്ത് കൊണ്ടുവരും, അവന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒതുക്കും. ഇങ്ങനെ കൊള്ളാവുന്നവനെ ഒതുക്കിയാൽ അവനെന്ത് ചെയ്യും? അവൻ ചട്ടി തയ്ക്കാൻ അവൻ നിന്ന് കൊടുക്കും. ഒരു പാർട്ടി ഓഫീസിൽ ഒരു കമ്പ്യൂട്ടറും വെച്ചിട്ട് ഓൺലൈനിൽ പ്രചാരണം നടത്താൻ വേണ്ടി അവൻ നിന്ന് കൊടുക്കും. ഇല്ല, അവൻ സിവിൽ സർവീസ് എഴുതി പോവുകയെ, PH എഴുതി പോയി, ഗൾഫ് പോയി, അമേരിക്ക പോയി. ഇതാണ് സംഭവം. ഈ സ്ഥലത്ത് 2019 തന്നെ വലിയ പാറകൾക്ക് അത് പൊട്ടിയിരിക്കുകയാണെന്ന് ഈ കുസാറ്റും ISROയും ചേർന്ന് നടത്തിയ പഠനത്തിൽ കണ്ടുപിടിച്ചതാണ്. അവർക്കൊന്നും ബുദ്ധിയില്ലെന്ന് അവരറിയാം. ബുദ്ധിജീവികൾ അങ്ങനെ ആണെങ്കിൽ കടലിൽ മഴ പെയ്യുന്ന മരം ഉണ്ടായിട്ടാണെന്ന് ചോദിക്കും. സീരിയസ്, അതാണ് ഒരു ചോദിക്കുക. നിങ്ങൾ അങ്ങനെയാക്കി ഭ്രാന്ത് എന്ന് പറയും. കൊള്ളാവുന്ന നമ്മളാണ് മനുഷ്യന്മാർക്കൊക്കെ ഭ്രാന്താന്നാണ് പറയുക. കുറേ ഭ്രാന്തന്മാരെ എടുത്തുകൊണ്ട് നടക്കുകയും ചെയ്യും. അവന്മാർക്ക് ഒരു വിവരം ഉണ്ടാവുകയില്ല. കൊള്ളാവുന്ന മൂലയ്ക്ക് ഇരുന്നിട്ട് അവൻ്റെ അറിവും അതുപോലെ അനുഭവമൊക്കെ സായിബന്മാർക്ക് വെക്കും. അത് നമ്മളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ മാത്രമല്ല, നിങ്ങൾ ഈ തിരുവനന്തപുരം സിറ്റീൻ്റെ ഉള്ളിൽ തന്നെ സ്ഥലത്തോടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നും. ഈ മതിൽ താഴെ കിടിഞ്ഞ് വീഴില്ലേ. പിന്നീട് നമ്മൾ ജീവന് കൈ പിടിച്ചൊരു പോക്കാണ് പോകുന്നത്. അതിനിടയ്ക്ക് ചിലപ്പോൾ മതിലിടിഞ്ഞ് വീണ് ആരെങ്കിലൊക്കെ എന്താ പറ്റിയിട്ടുണ്ടാവും. ഇനി അത് നിങ്ങൾ ഈ മലയോര മേഖലകളിൽ പോയി പല സ്ഥലത്തും ഒരു ചെറിയ ലാൻഡ് സ്ലൈഡ് വന്നാൽ ഈ വീട് ഒലിച്ച് പോയില്ലേ നമുക്ക്. അങ്ങനെ അവിടെ പിന്നെ നമ്മൾ നിങ്ങൾ ഞാൻ ചില സ്ഥലത്തെ പേരൊന്നും പറയുന്നില്ല, ഇപ്പോൾ അവിടെ സ്ഥലത്തിൻ്റെ വില പറയണ്ട. തിരുവനന്തപുരത്ത് ചില ഏരിയകളിലൊക്കെ പോയാൽ മതി. നിങ്ങൾ മലയോര പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നും ഇവിടെ നാളെ ചിലപ്പോൾ ഒരു ഉരുൾ പൊട്ടുന്നു. പക്ഷേ നിങ്ങൾ 2 വർഷം കഴിഞ്ഞാൽ അതിൽ പോയാൽ നിറച്ച് വീടായിരിക്കും അവിടെ. ഇതൊക്കെ ഇക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള സോണാണ്. വീട് വെക്കുന്ന പോലെ അല്ലല്ലോ റിസോർട്ട് വെക്കുന്നത്. വീട് വെക്കുമ്പോൾ ഒരു പരിധി ഉണ്ട്, ഒരു പരിധി കൂടുതലൊന്നും ഫോഴ്സ് വരില്ല. റിസോർട്ടൊക്കെ വെക്കുമ്പോൾ വലിയ ബീമുകളൊക്കെ അടിച്ചിട്ട് ഒരുപാട് മണ്ണൊക്കെ എടുത്തിട്ട് മൊത്തം അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അല്ലേ തന്നെ ഇവിടെ 2 പ്രശ്നങ്ങളുള്ളൂ. ഒന്ന് നമ്മുടെ ഈ നീലഗിരി മലകളെന്ന് വെച്ചാൽ അവശിഷ്ട പർവ്വതങ്ങൾ എന്ന് പറയും. പ്രീ കാംബ്രിയ റോക്സാണ്, ഭൂമി ഉണ്ടായ സമയത്തുണ്ടായ റോക്സ്. അതിങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് നമ്മളെ സംഭവം.
നമ്മളെ കമ്പാരിറ്റീവ്ലി എങ്ങനെയാണെന്ന് തോന്നിയ സൈഡോ, പക്ഷേ എൻ്റെ അടുത്ത് നീലഗിരിയുടെ സ്ഥിതി അതാ. ഇപ്പോൾ ഊട്ടിയിലൊക്കെ പോയാൽ കല്ലിങ്ങനെ പൊടിഞ്ഞെടുക്കുന്നു, അതിങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഭൂമിയിൽ മണ്ണുണ്ടായത്, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ലാത്തൊരു സീസ്മിക് സോണാണ് നമ്മൾ. കാരണം നമ്മുടെ ഒരു പ്രദേശം എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന പ്രദേശം യുറേഷ്യൻ, പിന്നെ ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും കൂടി ചേർന്നുണ്ട്. അങ്ങനെയാണ് ഹിമാലയ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ട്രമേഴ്സ് ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ മനസ്സിലാണെങ്കിൽ ഈ ഒന്നെങ്കിൽ സ്കൂളും കോളേജിലും പഠിക്കുന്ന സമയത്ത് ഇവന്മാരൊക്കെ എന്ത് ചെയ്യണം, ഈ ജോഗ്രഫി എങ്ങനെ മര്യാദയ്ക്ക് പഠിക്കണം. അത് പഠിക്കില്ലല്ലോ, അത് കോപ്പി അടിക്കും ഒക്കെ. അങ്ങനെയാണല്ലോ ജയിച്ചു പോകുന്നത്. അല്ല ഓൾ പാസുമാണ്, അങ്ങനെയാണല്ലോ ജയിച്ചു പോകുന്നത്. ഇവർക്ക് ധാരണ ഇല്ലല്ലോ ഇതിനെപ്പറ്റി. നമുക്കൊക്കെ ഇതിനെപ്പറ്റി ധാരണ ഉണ്ടാകുന്നു. നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ട്. അവിടെ നമുക്കറിയാം എന്താണ് അവസാദ ശില, എന്താണ് സീസ്മിക് സോൺസ്, എന്താണ് ടെക്ടോണിക് മൂവ്മെൻറ്റ്സ്, എന്തുകൊണ്ടാണ് ഹിമാലയ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. ഇവർക്കിത് അറിയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പൈസ ഉണ്ടാക്കുന്നുള്ള മാത്രമേ ചെയ്യുന്നു. പൈസ ഉണ്ടാക്കി എന്തുണ്ടാക്കിയും കാര്യമില്ല. ഒരു ലാൻഡ് സ്ലൈഡ് വന്നാൽ മൊത്തം ഇതിൻ്റെ ഉള്ളിൽ ഈ പൈസ വാങ്ങിച്ച് രാഷ്ട്രീയക്കാരൻ്റെ ഉള്ളിലായി പോയിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും. അതുകൊണ്ട് ഇനി രാഷ്ട്രീയക്കാരെ നമുക്ക് പ്രതീക്ഷയായിരുന്നു. രാഷ്ട്രീയക്കാരെ നിലക്കുന്ന ജനങ്ങൾ തീരുമാനിക്കും. ഇല്ലെങ്കിൽ ഈ ദുരന്തങ്ങൾ ഒരിക്കലും അത് സെൻട്രൽ ട്രാവൻകൂറിലുണ്ടായി, പിന്നെ അത് കോഴിക്കോട് ചില ഭാഗങ്ങളിലുണ്ടായി, ഇപ്പം അത് വയനാട്ടിലുണ്ടാകും, നാളെ അത് വേറെ എവിടെയെങ്കിലും ഉണ്ടാവും. സെസ് പറയുന്നത്, അവർ നടത്തിയിരിക്കുന്ന പഠനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ട, ഇടുക്കി ഈ 2 ജില്ലകളിലും ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുമെന്നാണ്. ഉണ്ടാവും, ഭീകരമായിട്ട്. ഭയങ്കര കൺസ്ട്രക്ഷൻ. ഇതെന്താ പ്രശ്നം അറിയോ? ഉരുൾപൊട്ട അല്ലെങ്കിലും പൊട്ടു, ഇതിന് മുമ്പേക്ക് പൊട്ടിയിട്ടുണ്ട് വലിയ വെള്ളപ്പൊക്കം. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിന് ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. ഇമ്പാക്റ്റ് കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ പ്രഷർ വരുന്നതാണ്. ഈ സീസ്മിക് ബെൽറ്റിനും ഈ ഫ്രജൈൽ സോണിലൊക്കെ വലിയ പ്രഷറായി വരുന്നതാണ്. ഈ പ്രഷർ വരുന്നത് എങ്ങനെയാണ്? നിങ്ങളൊരു പാറ പൊട്ടിക്കുമ്പോൾ എത്ര ഫോഴ്സാണ് അതിൽ നിന്ന് വരുന്നത്. ആ പാറ പൊട്ടിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പോയി നിങ്ങൾ കണ്ണൂരുള്ള ചില സ്ഥലത്തുള്ള സഹാക്കളെ പോലെ പോകും, ഭൂമായി പോകും, ആർഎസ്എസ്കാരെ പോലെ ആയി പോകും. മുമ്പോട്ട് പോകുമ്പോൾ കണ്ടിട്ടില്ലേ പല ആളുകളുടെ സ്ഥിതി? അതിൽ ബിയറായി പോകും. ഈ ട്രമം മൊത്തം എങ്ങോട്ടാണ് പോകുന്നത്? നേരെ ഭൂമിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഓൾറെഡി ഉള്ളിൽ വലിയ വിടവുകൾ വരും, വലിയ ഗർത്തം. അപ്പം ചെറുതായിട്ട് പൊട്ടേണ്ട സംഭവം ഭീകരമായി പൊട്ടും. അപ്പം മിൽമേലെ കാവുമ്പോൾ നമ്മൾ അധികം പൊട്ടിക്കാന്ന് വെച്ചാൽ ഒരു സൂചി കുത്തിയിട്ടല്ലേ, അത് കത്തിയെടുത്ത് കുത്തിയോ മൊത്തം പാലം പോകും. ഇതാ സംഭവം. ഇവർക്ക് നീതി കിട്ടുമോ ഈ മരിച്ച മനുഷ്യർ? എന്ത് ഇവിടെ കിട്ടാൻ? അവർക്ക് നല്ല വിശ്വാസികളാണെങ്കിൽ ഒരു പക്ഷേ സ്വർഗത്തിലൊക്കെ പോകും, അത്രയേ ഉള്ളൂ. അവർക്ക് എങ്ങനെ നീതി കിട്ടുമെന്നായി പറയുന്നത്? കുടുംബം മൊത്തം പോയി. ഇപ്പോഴും കോഴിക്കോട് പിന്നെ ഉരുൾപൊട്ടിയത് കുടുംബത്തെ 19 ആൾ മരിച്ച മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചെടുക്കുന്നുണ്ട്. അയാളാണ് പോകാൻ തയ്യാറുന്നില്ല. ഈ ഞാനും കൂടി പോയിക്കോട്ടെ നോക്കുന്നുണ്ട്. എങ്ങനെ നീതി കിട്ടേ? നീതി കിട്ടണേ അടുത്തൊരു ദുരന്തം ഇങ്ങനെ ഉണ്ടാവരുത്, അല്ലെ നമ്മളതിന് കാരണക്കാരാവരുത്. മുമ്പ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിരുന്നത് സത്യമാണ്. ഇത് മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യ നിർമ്മിതമെന്ന് ഞാൻ പറയുന്നില്ല. അത്തരം ഇപ്പം ഞങ്ങളെ നാടിൻ്റെ അടുത്തുള്ള എൻ്റെ ബാലുശ്ശേരിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഈ വൈത്തിരി. ഞങ്ങൾ അവിടെയൊക്കെ ഉരുൾപൊട്ടാറുണ്ട്. പക്ഷെ അവിടെ ഒന്നും ആളാപായം ഉണ്ടായിട്ടില്ല. കാരണം അവിടെ ആരെയും വീട് വെക്കില്ല. ഉരുൾപൊട്ടുന്ന സ്ഥലത്ത് ഞങ്ങളുടെ നാട്ടിൽ തോണിപ്പറന്നൊക്കെ സ്ഥലമുണ്ട്. അവിടെ നിന്ന് ആളുകൾ പിന്നെ വീട് വെക്കില്ല. അവിടെ മൊത്തം ഒഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം എൻ്റെ ഇവിടുന്ന് ആ പ്രദേശം മൊത്തം ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുകയാണ്. ഉരുൾപൊട്ടുമ്പോൾ നമുക്ക് തോട്ടിൽ ഭയങ്കര ഒരു കലങ്ങി വന്ന് വെള്ളം പോകും. ചിലപ്പോൾ നമ്മളെ ഞാനൊക്കെ ചെറുതായിട്ട് എന്താണ് ഇത് കണ്ടിട്ടുണ്ട്. നമ്മൾ മോഹൻലാൽ ജോഷി സാറിൻ്റെ സിനിമ ഉണ്ടല്ലോ, ഈ ഇബനൂര് നര, ഇതുപോലുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. അവരിങ്ങനെ ഈ മരം ഇങ്ങനെ ഒലിച്ചു വരും, അവരെന്നിട്ട് അത് പിടിച്ചെടുക്കും. നമുക്കൊന്നും ധൈര്യം ഉണ്ട് തന്നെ. പുഴ കാണുമ്പോൾ തന്നെ പേടി. അങ്ങനെ കലങ്ങി നമുക്ക് പുഴയല്ല, ചെറിയ തോടാണ്, പക്ഷെ നേരത്തെ നോക്കുമ്പോൾ നമുക്ക് പേടിയാവും. ഇവന്മാർ ചാടിയിട്ട് മോഹൻലാൽ കയറ് കിട്ടിയല്ലേ, ഇവന്മാർ കയറൊന്നും കിട്ടില്ലെന്ന് ചാടിയിട്ട് ഇവന്മാർ പിടിച്ചെടുക്കും. അപ്പോൾ ആ ഒരു ഏരിയ ആണത്. ബേസിക്കലി ഞങ്ങളുടെ അതേ ഏരിയ ആണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഭാഗ്യത്തിന് വന്നില്ല. ഇപ്പം വികസനം നേതൃത്വം റിസോർട്ട് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവിടെ വേറെ ചില വലിയ കൺസ്ട്രക്ഷൻ വരാനുള്ള കേന്ദ്ര പദ്ധതികളൊക്കെ കൊണ്ടുവരാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ എന്താവുമെന്ന് എനിക്കറിയില്ല അവിടെ സ്ഥിതി. പിന്നെ അവിടെ ഇത് സംഭവിക്കാൻ സാധ്യത തൊട്ടപ്പം സ്ഥിരം ഉരുൾപൊട്ടുന്ന സ്ഥലമാണ്. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഓൾറെഡി ഈ ഒരു സാധ്യതയുള്ള സ്ഥലത്ത് ഈ കോറികളും ഈ പറയുന്ന വൻ നിർമ്മാണ പ്രവർത്തനം വന്നാൽ കൂടി അത് ഭീകരമായ രീതിയിലായി എന്നുള്ളതാണ്. ഇനി അല്ലെങ്കിൽ ഭീകരമായ രീതിയിലാണെങ്കിൽ പോലും നമ്മളത് ഇത് ബുദ്ധിയുള്ള ആളുകളാണല്ലോ നമ്മൾ. നിങ്ങൾ പറയുന്നത് മലയാളി ഭയങ്കര ബുദ്ധിയുള്ളവരാണ്, ISROയിൽ അറസ്റ്റ് മലയാളികളാണ്, പിന്നെ എന്താണ് സെൻറ്റർ ഫോർ ഇമ്മ്യൂണോളജി അതിൽ അറസ്റ്റ് മലയാളികളാണ്. നിങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവില്ലേ? നിങ്ങൾ രാഷ്ട്രീയക്കാർക്കൊക്കെ ഭയങ്കര വിവരമെന്നല്ലേ നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാവില്ലേ? ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകും, ഉണ്ടാവുമല്ലോ. ദുരന്തങ്ങളല്ലേ പ്രകൃതി ഉണ്ടെങ്കിൽ എല്ലാ കാലത്തും ഉണ്ടായി. അങ്ങനെയാണ് പ്രകൃതി ഭൂമി ഇങ്ങനെ ആയത്. ശീതകാലം ഉണ്ടായിരുന്നു, ഭയങ്കര തണുത്തുറന്ന കാലഘട്ടം ഉണ്ടായിരുന്നു, പിന്നെ അതിന് ശേഷം ഉഷ്ണകാലം വന്നു. ഇതൊക്കെ വരും. പക്ഷേ ഈ രീതിയിൽ ഇൻറ്റൻസിറ്റി കൂടുന്നത് നമ്മളെ ഇടപെടലുകൊണ്ടാണ്. അത് കേരളത്തിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. നമ്മളതിലൊക്കെ കാശുമുണ്ട്. ബംഗാളും പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ട്, പക്ഷേ ആളുകൾ അതിൽ കാശില്ല ഇതൊന്നും ഉണ്ടാക്കാൻ.
ഇവിടെ നമ്മളെ ഈ കാശുള്ളതുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന കോൺക്രീറ്റ് വീടും ഉണ്ടാക്കും. കോൺക്രീറ്റ് വീട് ഉണ്ടാക്കുക മാത്രമല്ല റിസോർട്ടുകൾ ഉണ്ടാക്കും. കോൺക്രീറ്റ് വീട് ഒരു ചെറിയ വീടൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പരിധി കൂടുതലൊന്നും ബീമൊന്നും നമുക്ക് വേണ്ടി വരില്ല, പൈലിംഗ് ഒന്നും ആവശ്യമായിട്ട് വരില്ല. വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെക്കും. സ്വാഭാവികമായിട്ടും ചെറുതായി തീരേണ്ട ചെറിയ ന്യൂസുകളിൽ അവസാനിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ആളുകൾ ഉരുൾപൊട്ടലെ കൊണ്ട് ആളുകൾ ആസ്വദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. കാരണം അവിടെ ജനവാസമൊന്നുമില്ല, കാട്ടിലെവിടെ ഉരുൾപൊട്ടിയിട്ടുണ്ട്, മരമൊക്കെ ഒഴുകി വരും, ഇങ്ങനെ മുഴയൊക്കെ ഇങ്ങനെ കലങ്ങി മറന്നു വീഴും. അങ്ങനെ ആസ്വദിച്ചിരുന്ന സാധനങ്ങൾ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനി നിർത്തണമെങ്കിൽ ശക്തമായ നിയമങ്ങളൊക്കെ ഉണ്ട്, അത് കൃത്യം നടപ്പിലാക്കിയ. പക്ഷെ നടപ്പിലാക്കണം എന്ത് ചെയ്യണം? പൊളിറ്റിക്കൽ ക്ലാസ് ചെയ്യും. അവർ വിചാരിക്കില്ല. അവർക്ക് ഓരോ ഇലക്ഷനും ചിലവിനാവശ്യമായ കാശാണ് ഏറ്റവും മിനിമം അവർ ചിന്തിക്കുക. കൂടുതൽ ഞാൻ പറയുന്നത്, ഞാൻ അതേപറ്റി അങ്ങനെ നെഗറ്റീവ് പറയുന്നില്ല, അറിയാമല്ലോ. ഇലക്ഷന് വേണ്ട ഫണ്ടാണ് അവർ ആലോചിക്കുക. പിന്നെ അവർക്ക് എന്തെങ്കിലും ചെറിയ പെറ്റി ഈഗോസ് ഉണ്ട്, അവരെ കണ്ട് ചിരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈഗോസ് ഉണ്ടാവും. അത് ആ ഈഗോസ്, പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഈ ഈന്തപ്പഴം, അതുപോലെ തന്നെ ആട് ബിരിയാണി, ചിക്കൻ ബിരിയാണി, നല്ല പാൽപ്പായസം, നല്ല പിന്നെ എന്താണ് പിടിയും മട്ടൻ കറിയും, ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ അപ്പോൾ അവരെയൊന്നും പണക്കാൻ ഇവർ തയ്യാറാവില്ല. അപ്പോൾ എല്ലാ മതമായാലും ബന്ധമല്ലേ, ഏതെങ്കിലും മതം വിചാരിക്കണ ഇതൊക്കെ എല്ലാവരും ഉണ്ട്. പൈസക്കാർക്ക് അങ്ങനെ മതം വിചാരിക്കുന്നില്ല, ഒരു മുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ ഹൈജാക്കി, അവർ ഈ പറയുന്ന റിസോർട്ട് ഉടമകൾ അവിടെ താമസിക്കില്ല. അരുവിക്കോണം കോഴിക്കോട്ടാണല്ലോ, കൽപ്പറ്റയിലോ എറണാകുളത്തോ തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കും. ശരി സാർ.